സാധാരണക്കാരുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത പാതിവില തട്ടിപ്പിൽ കൂടുതൽ ഇരകൾ പരാതിയുമായി രംഗത്ത്. രാജാക്കാട് പഞ്ചായത്ത് പരിധിയിലുള്ള 500-ലധികം ആളുകൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് വിവരം. 10,000 മുതൽ 2 ലക്ഷം രൂപ വരെ പലർക്കും നഷ്ടമായിട്ടുള്ളതായും കബളിപ്പിക്കപ്പെട്ടവർ രാജാക്കാട്ടിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സീഡിന്റെ പ്രൊമോട്ടർമാരെയും സെക്രട്ടറിമാരെയും വിശ്വസിച്ചാണ് പലരും പണം നൽകിയത്. നിലവിൽ പണമടപ്പിച്ച പ്രൊമോട്ടർമാരിൽ നിന്നും സെക്രട്ടറിമാരിൽ നിന്നും പറഞ്ഞ വാഹനമോ ഉപകരണങ്ങളോ അടച്ച പണമോ തിരികെ ലഭിച്ചിട്ടില്ല. മുൻപ് ജനപ്രതിനിധിയായിരുന്നവരും ഇപ്പോഴും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും കുടുംബശ്രീ പോലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുമാണ് പ്രൊമോട്ടർ സ്ഥാനത്തും സെക്രട്ടറി സ്ഥാനത്തുമൊക്കെ ഉള്ളത്. ഇവരെ വിശ്വസിച്ചാണ് പലരും പണം നൽകിയത്. ഇവരിൽ നിന്നും ആർക്കും നീതി ലഭിച്ചില്ല. ഈ സാഹചര്യത്തിൽ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും രസീത് തരുന്നതിന് പോലും പോലീസ് തയ്യാറായില്ലെന്ന് പരാതിക്കാർ പറയുന്നു. വ്യക്തികൾ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങളെല്ലാം പണം അടയ്ക്കാൻ ഇടയായത്. പഞ്ചായത്ത് മെമ്പർമാരും മുൻ മെമ്പർമാരും സാമൂഹ്യ പ്രവർത്തകരുമായ വ്യക്തികളൊക്കെ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞങ്ങളിത് പണം സ്വീകരിക്കുകയും പണം അടയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ അവരിപ്പോൾ സ്വീകരിച്ചിരുന്ന സമീപനം വഞ്ചിക്കപ്പെട്ടവരെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ്. ആനന്ദകൃഷ്ണൻ എന്ന വ്യക്തിക്ക് എതിരായി പരാതി കൊടുത്തുകൊണ്ട് ഈ പ്രൊമോട്ടർമാരും സെക്രട്ടറിയുമെല്ലാം ഒഴിവാകുന്ന ഒരു ലക്ഷണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരാതി കൊടുക്കുവാനും വേണ്ടി ചെല്ലുന്നവരോട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയും പരാതിയുമായി സ്റ്റേഷനിൽ ചെല്ലുന്നവർക്ക് തക്കതായ പരാതി സ്വീകരിച്ച രസീതുകളോ FIR കോപ്പിയോ കൊടുക്കാതെ നിരുത്സാഹപ്പെടുത്തുന്നതുമായ സമീപനമാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇന്നാട്ടിലെ എല്ലാവിധത്തിലുള്ള മനുഷ്യരുടെയും കയ്യിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. തങ്ങൾ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് സെക്രട്ടറിയും പ്രൊമോട്ടർമാരും പണമടച്ചവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. തട്ടിപ്പ് നടത്തിയവർ രാഷ്ട്രീയ കക്ഷികളുടെ ഒത്താശയോടെ കേസ് ഒതുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും പോലീസും ഇവരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും തട്ടിപ്പിന് ഇരയായവർ പറഞ്ഞു. അതുപോലെ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞപ്പം നാളിതുവരെയായിട്ട് അതിൻ്റെ റെസീറ്റോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കോർഡിനേറ്റർമാർ കൂട്ടായിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് അവരെ അവഗണിച്ച് വിടുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പരാതി കൊടുത്താണ് നാളിതുവരെയായിട്ട് അതിന് റെസീറ്റ് തരികയോ സ്റ്റേഷനിൽ നിന്ന് ഒരു മെസ്സേജ് കിട്ടുകയോ ചെയ്തിട്ടില്ല. തട്ടിപ്പിനിരയായവരിൽ ബഹുഭൂരിപക്ഷവും നാണക്കേട് മൂലം പരാതി കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. അംഗങ്ങളെ ഇവർ ചേർത്തിരിക്കുന്ന അംഗങ്ങളെ വിളിച്ചു ചേർത്ത് ഇതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുകയും കേസുകളുമായി മുന്നോട്ട് പോകുന്നുള്ള നടപടി ഇവർ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. പണം തിരികെ ലഭിക്കാത്ത പക്ഷം പ്രൊമോട്ടർമാരുടെയും സെക്രട്ടറിമാരുടെയും വീടുകളിലേക്ക് സമരം നടത്തുമെന്നും കബളിപ്പിക്കപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകി.